ഹായ് ഡിയേഴ്സ്. അപ്പോൾ ഒരുപാട് കാലത്തിന് ശേഷം വീണ്ടും ഒരു വീഡിയോ ആയിട്ടാണ് വന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഏതായാലും ഒരു സ്ഥലം വരെ പോവാണ്. അപ്പോൾ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഇതാണ് നമ്മുടെ എയർപോർട്ടിൻ്റെ അടുത്ത് നല്ല അടിപൊളി ഒരു നഴ്സറി ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് കുറച്ച് ചെടിയോ അതുപോലെ തന്നെ കുറച്ച് തൈകളൊക്കെ വേണ്ടിയിരുന്നു. അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഞാൻ അവിടെ എത്തിയതിന് ശേഷമാണ് വീഡിയോ എടുക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തത്. കാരണം എനിക്ക് അടിപൊളിയായിട്ട് തോന്നിയിട്ട് ഫ്ലവർ രക്ഷയില്ല, പല കളറായിട്ട് അടിപൊളിയായിട്ടുള്ള ഫ്ലവേഴ്സ് ഇരുന്ന് ഒരുപാട് തൈകളുണ്ട്. അതുപോലെ തന്നെ എനിക്ക് മാംഗോൻ്റെ ട്രീ ആണ് അവിടെ ഏറ്റവും കൂടുതൽ ഇഷ്ടമായത്. കാരണം പല വെറൈറ്റി ആയിട്ടുള്ള മാംഗോയും അതുപോലെ തന്നെ ഒരുപാട് തൈകളുണ്ട് കേട്ടോ. ഞാൻ ഒരിക്കലും പ്രൊമോഷൻ വീഡിയോ ആയിട്ടല്ല, റേറ്റിൻ്റെയും കാര്യങ്ങളൊന്നും ഞാൻ ഈ വീഡിയോസിൽ പറയുന്നില്ല. നിങ്ങൾ അവിടെ എത്തിയിട്ട് എന്ത് ചെയ്യുക, റേറ്റും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് എന്ത് ചെയ്യുക, സെറ്റ് ചെയ്യുക. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് വീഡിയോ എടുക്കാമെന്ന് കരുതി. കാരണം ഞാൻ ഒരുപാട് നഴ്സറി ഞാൻ പോയിട്ടുണ്ട്. എനിക്ക് ഇതിനോട് തന്നെ ഭയങ്കര ഇഷ്ടമുള്ളതുകൊണ്ട് തന്നെ ഒരുപാട് നഴ്സറിയും കാര്യങ്ങളൊക്കെ കയറി ഇറങ്ങലുണ്ടെങ്കിൽ പോലും ഞാൻ ഇത്രയും അടിപൊളിയായിട്ട് ഞാൻ ഫസ്റ്റ് ടൈമായിട്ടാണ് കാണുന്നത്. ഇതിൽ കമൻറ്റ് വരും, നിങ്ങൾ നല്ലത് പോകാത്തതുകൊണ്ടാണ്. ചിലപ്പോൾ അതായിരിക്കും, ഞാൻ എത്തിയിട്ടില്ല. അപ്പോൾ എനിക്ക് അടിപൊളിയായിട്ട് തോന്നി. അപ്പോൾ നമുക്ക് ജസ്റ്റ് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അതുപോലെ തന്നെ ഞാൻ ഇതിൻ്റെ മുമ്പൊരു വീഡിയോ ഇട്ടിരുന്നു. ആ വീഡിയോക്ക് വന്നൊരു കമൻ്റ് ആയിരുന്നു, ഇതൊക്കെ വെറുതെയാണ്, നമ്മൾ വാങ്ങി വീട്ടിൽ കൊണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ പൂ കൊഴിഞ്ഞ് പോയില്ലെങ്കിൽ ഉണ്ടാവില്ല എന്നൊക്കെ. അതൊക്കെ വെറുതെ പറയാൻ കേട്ടോ. നമ്മൾ വാങ്ങിയിട്ടുണ്ട്, നട്ടിട്ടുണ്ട്, കായ പറിച്ച് കഴിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ വീട്ടിലെത്തിയിട്ടും ഇവർ നോക്കുന്ന പോലെ വളവും കാര്യങ്ങളൊക്കെ ഇട്ട് നോക്കണം എന്ന് മാത്രം. പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വാങ്ങുമ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്കിപ്പോൾ അത്രയും 3-4 നഴ്സറി ഞാൻ പോയി, എനിക്ക് തോന്നിയൊരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ വാങ്ങുന്ന സമയത്ത് ചെറിയ തൈ വാങ്ങിയിട്ട് എന്ത് ചെയ്യുക, അതിന് നല്ല വളമൊക്കെ ഇട്ടായിട്ട് അടിപൊളിയായിട്ട് കൊണ്ടുവരിക. അപ്പോൾ റേറ്റും കുറവുണ്ടാവും. ഒരുപാട് വെറൈറ്റി ഫ്രൂട്ട്സിൻ്റെ തൈകൾ ഇവിടെ ഉണ്ട് കേട്ടോ. പക്ഷെ ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്ത ഈ ഒരു ഭാഗമാണ്, അതായത് ഈ മാംഗോൻ്റെ ഈ ഒരു ഭാഗമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇവിടെ ഒരുപാട് കായ്ച്ചു നിൽക്കുന്ന മാവിൻ്റെ തൈകളുണ്ട്. അപ്പോൾ ഞാനിവിടെ ഫോക്കസ് ചെയ്തുകൊണ്ട് എൻ്റെ വീഡിയോയിൽ കൂടുതലായി ഇൻക്ലൂഡ് ചെയ്ത ഈ ഭാഗമാണ്. കാരണം ഇത് വലിയ കൂടുതലായിട്ട് റേറ്റ് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. ഇതിൻ്റെ റേറ്റിൽ കൂടുതലായിട്ട് എനിക്ക് അറിയില്ല. ഒരു 1200 ആ ഒരു റേറ്റിലുള്ള തൈകളൊക്കെ ഉണ്ട്. പിന്നെ വലിയ വലിയ തൈക്ക് അനുസരിച്ച് എമൗണ്ട് ഉണ്ട്. ഈ ഒരു മാങ്ങൻ്റെ വലുപ്പം ഞാൻ ജസ്റ്റ് ഇവിടെ എൻ്റെ കൈ വെച്ചൊന്ന് കാണിക്കുന്നുണ്ട്. അത്യാവശ്യം വലിയ മാങ്ങയാണ്. അപ്പോൾ കേട്ടിട്ടാ, ബൈ.